ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞ് ദൈവിക പദ്ധതിയോട് വിധേയപ്പെട്ട് ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട് മാറുവാൻ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായിട്ട് ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം എനിക്കും ശുശ്രൂഷകനാകണമെന്ന് ഇങ്ങനെ ആഗ്രഹമുണ്ടായി. അങ്ങനെ ആ ധ്യാന ടീമിൻ്റെ കൂടി മുൻപോട്ട് പോകുമ്പോൾ ഒരു ദിവസം ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു, അൾത്താരയിൽ കയറി ജനങ്ങളെ ഫേസ് ചെയ്ത് നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ കുഴപ്പം, ഞാൻ അങ്ങനെ ചെയ്തോളാമെന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ജപമാല ചൊല്ലേണ്ട സമയമായി. ഞാൻ അൾത്താരയിൽ കയറി മൈക്കെടുത്തു. ജനങ്ങളെ നോക്കിയപ്പോൾ കൈയും കാലും മറയ്ക്കുവാൻ തുടങ്ങി. ഞാൻ ആ മൈക്ക് അവിടെ വെച്ചിട്ട് ഞാൻ തിരിച്ചിറങ്ങിപ്പോന്നു. അപ്പോൾ ബ്രദർ ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, കൈയും കാലും മറയ്ക്കുവാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുണ്ടായിരുന്നു. ഈ സുഹൃത്ത് കയറി ഒരു കുഴപ്പവും കൂടാതെ ജപമാല ചൊല്ലിയിട്ട് ഇറങ്ങിപ്പോന്നു. അങ്ങനെ വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ ഒരു ദിവസം ബ്രദർ എന്നോട് പറഞ്ഞു, ഇന്നെങ്കിലും കയറി ജപമാല ചെല്ലണം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്നും കയറി മൈക്കെടുത്തു, ജനങ്ങളെ നോക്കി കൈയും കാലും മറയ്ക്കാൻ തുടങ്ങി. ശ്വാസം മുട്ടലും ചങ്കനുവേദനയുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. അപ്പോൾ എനിക്കും മനസ്സിലായി, ഇത് നമുക്ക് പറ്റിയിരിക്കുന്ന പണിയൊന്നുമല്ല. എനിക്ക് സുവിശേഷം പറയാനോ അല്ലെങ്കിൽ ജനങ്ങളെ ഒന്ന് നോക്കി നിന്ന് ഒരു കാര്യം പറയാനോ ഒന്നും നമുക്ക് സാധിക്കത്തില്ല എന്നിങ്ങനെ ചിന്തിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഒരു ധ്യാനത്തിന് ബലിപീഠം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീഞ്ഞ് എടുത്തു. വീഞ്ഞ് ഒഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ വീഞ്ഞ് തീർന്നിരിക്കുകയാണ്. നമ്മൾ ഈ വീഞ്ഞ് കുർബാനയ്ക്ക് ഈ വീഞ്ഞു കുപ്പിയുടെ മട്ട് നമ്മൾ ഇങ്ങനെ കുർബാനയ്ക്ക് ഉപയോഗിക്കത്തില്ല, അതിങ്ങനെ മാറ്റി വെക്കും. അങ്ങനെ മാറ്റി വെച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത വന്നു, ഒരടപ്പ് വീഞ്ഞ് കുടിച്ചാൽ ഇച്ചിരി ധൈര്യം വരുമായിരിക്കും, അതുകൊണ്ട് ഒരടപ്പ് വീഞ്ഞ് കുടിക്കാമെന്നോർത്ത് ഞാനൊരു അടപ്പെടുത്ത് വീഞ്ഞ് കുടിച്ചു. എന്നിട്ട് ഞാൻ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ ഇന്നത്തെ ജപമാല ഞാൻ ചൊല്ലിക്കോളാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ബ്രദർ ചോദിച്ചു, ഇന്നെന്താ ഇങ്ങനെ ചൊല്ലാനിങ്ങനെ? ഞാൻ പറഞ്ഞു, ഇന്ന് എനിക്കൊരു ഉള്ളിലൊരു ധൈര്യം വയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് ചൊല്ലിക്കോളാമെന്ന് പറഞ്ഞ് ചൊല്ലുവാൻ വേണ്ടി ആൾത്താരയിൽ കയറി മൈക്കെടുത്ത് ജനങ്ങളെ നോക്കി കഴിഞ്ഞപ്പോൾ കൈയും കാലും മറിച്ച് ഞാൻ അതേപോലെ തന്നെ തിരിച്ചിറങ്ങിപ്പോന്നു. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാരോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ദിവസം വർഷങ്ങൾക്ക് ശേഷം, 1-2 വർഷത്തിന് ശേഷം ഒരു ദിവസം പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്റെ സമയമായി. അങ്ങനെ അനേകരുടെ മുമ്പിൽ കയറ്റി ഒരു ഇടവകധ്യാനത്തിന് കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ എടുത്ത് ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുവാനുള്ള കാരണം, അനേകര് ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇതുപോലെ ഭയത്തിലും അല്ലെങ്കിൽ പേടിയും ഭയവും ഒക്കെ ആയിട്ട് കഴിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പലരും വിളിക്കുമ്പോഴൊക്കെ പറയും, ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ഭയവും ഉണ്ട്. എന്നാൽ ആ ഭയത്തെ കഴിഞ്ഞ് ഉപരി നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ ദൈവം ശുശ്രൂഷയ്ക്കായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു അടയാളമാണ് നമ്മുടെ ഉള്ളിലെ ഈ ഭയം തരുന്നത്. നമ്മുടെ ഉള്ളിൽ ഭയവുമുണ്ട്, എന്നാൽ അതിലുപരിയായിട്ട് ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹവും നമ്മൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ കർത്താവ് ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നതാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഈ ഭയമുള്ളപ്പോൾ നമ്മുടെ ചിന്തയിൽ നിന്നോ ബുദ്ധിയിൽ നിന്നോ ഒരു കാര്യവും നമ്മളെടുത്ത് നമ്മൾ പറയുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. കാരണം നമുക്ക് പരിശുദ്ധാത്മാവ് പരിപൂർണമായിട്ടും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. നമുക്ക് എല്ലാം അറിയാം, നമുക്കൊരു കുഴപ്പവുമില്ല, എനിക്ക് കോടിക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ നിന്നാലും എനിക്ക് ഭയമോ എനിക്ക് പേടിയോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ കയറി നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അഹം പ്രവർത്തിക്കും. ഈ അഹങ്കാരം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാതെ പോകും. പ്രിയപ്പെട്ടവരെ, ഈ 2026 ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ ഭയമുണ്ടോ? നിങ്ങൾക്ക് അതിലുപരിയായിട്ട് നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവ് നിങ്ങളെ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിച്ചിരിക്കും. ഈ 2026 അസാധാരണമായ ഒരു അഭിഷേകത്തോടു കൂടി നരകത്തെ കൊള്ളയടിച്ച് സ്വർഗം നിറയ്ക്കുവാൻ വേണ്ടി, അനേകം ആത്മാക്കളെ നേടുവാൻ വേണ്ടി, പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണു പോകുന്ന മക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്ത് ആത്മാവിൻ്റെ ശക്തിയോടുകൂടി
സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് അനേകരെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയൊക്കെ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും സാന്നിധ്യവും എപ്പോഴും നമ്മൾ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.